وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്താണ് ഓതിക്കളിപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായി ബനീ ഇസ്രായീൽ, അവിടെ ആദ്യം അൽ മദ്ദുൽ മുൻഫസിലാണ് നിയമം, ശേഷം ഇസ്രായീൽ അൽ മദ്ദുൽ മുത്തസിലാണ് നിയമം. രണ്ട് സന്ദർഭങ്ങളിലും 4 5 ഖദ്റോ നീട്ടേണ്ടതാണ്. وبالوالدين إحسانا وذي القربى, അവിടെ അൽ ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. വഖൂലൂ ലിന്നാസി, ഷദ്ദുള്ള നൂനായത് കൊണ്ട് തന്നെ 2 ഖദ്ർ മണിക്കേണ്ടതാണ്. സുമ്മ, അതേപോലെ തന്നെ മീമിൻ്റെ മേലെ ഷദ്ദ് വന്നതുകൊണ്ട് 2 ഖദ്ർ മണിക്കേണ്ടതാണ്. ഇല്ലാ ഖലീലൻ മിൻകും, തെൻവിന് ശേഷം മീമ് വന്നതുകൊണ്ട് ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. മിൻകും, സാക്കിനായ നൂന് ശേഷം കാഫ് വന്നതുകൊണ്ട് അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ് നിയമം. അതേപോലെ വഅൻതും, സുക്കൂനുള്ള നൂന് ശേഷം താ വന്നു, അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ്. സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഓതേണ്ടതാണ്. വഅൻതും മുഅ്രിദൂൻ, സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നു, അൽ ഇദ്ഗാം അഷ്ശഫവിയാണ് നിയമം. അവിടെ 2 ഖദ്ർ മണിക്കേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. وَإِذْ أَخَذْنَا مِيثَاقَ بَنِي إِسْرَائِيلَ لَا تَعْبُدُونَ إِلَّا اللَّهَ وَبِالْوَالِدَيْنِ إِحْسَانًا وَذِي الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ وَقُولُوا لِلنَّاسِ حُسْنًا وَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ ثُمَّ تَوَلَّيْتُمْ إِلَّا قَلِيلًا مِنْكُمْ وَأَنْتُمْ مُعْرِضُونَ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ വഇദ് അഖദ്ന, നാം വാങ്ങിയ സന്ദർഭം, മീസാഖ ഉറപ്പ്, ബനി ഇസ്രായീൽ ഇസ്രായേൽ സന്തതികളെ, ലാ തഅബുദൂന നിങ്ങൾ ആരാധിക്കുകയില്ല എന്ന്, ഇല്ലല്ലാഹ് അല്ലാഹുവിനെയല്ലാതെ, വബിൽ വാലിദൈനി മാതാപിതാക്കൾക്കും, ഇഹ്സാന നന്മ ചെയ്യൽ, വദിൽ ഖുർബ അടുത്ത ബന്ധമുള്ളവർക്ക്, വൽ യതാമ അനാഥകൾക്കും,
വൽ മസാക്കീൻ അഗതികൾക്കും വഖൂലു പറയുകയും ചെയ്യുവീൻ ലിന്നാസി മനുഷ്യരോട് ഹുസ്ന നല്ലത് വഖീമു നിലനിർത്തുകയും ചെയ്യുവീൻ അസ്വലാത്ത നമസ്കാരം വആതു കൊടുക്കുകയും ചെയ്യുവീൻ അസ്സകാത്ത് സകാത്ത് സുമ്മ പിന്നെ തവല്ലൈത്തും നിങ്ങൾ തിരിഞ്ഞുപോയി ഇല്ലാ ഖലീല അല്പമൊഴികെ, അതായത് അല്പം ആളുകൾ ഒഴികെ, മിൻകും നിങ്ങളിൽ നിന്ന്, വ അൻതും നിങ്ങളാകട്ടെ മുഅ്രിദൂൻ തിരിഞ്ഞു കളയുന്നവരാണ്, അതായത് അവഗണിച്ച് കളയുന്നവരാണ്. ഇവിടെ സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്തിന്റെ അർത്ഥം, ഇസ്രായേൽ സന്തതികളുടെ ഉറപ്പ് നാം വാങ്ങിയ സന്ദർഭം, അള്ളാഹുവെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്നും മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും നന്മ ചെയ്യണം എന്നും നിങ്ങൾ മനുഷ്യരോട് നല്ലത് പറയണമെന്നും നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യണമെന്നും പിന്നീട് നിങ്ങളിൽ അല്പം ആളുകൾ ഒഴികെ മറ്റെല്ലാവരും പിന്മാറിക്കളഞ്ഞു, നിങ്ങളാകട്ടെ തിരിഞ്ഞു കളയുന്നവരുമാകുന്നു. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 83-ാമത്തെ ആയത്തിന്റെ അർത്ഥം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ ജനതയിൽ നിന്ന് വാങ്ങിയ വളരെ ഗൗരവമറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കരാറിനെ കുറിച്ചാണ് സൂറത്തുൽ ബഖറയുടെ ഈ ആയത്തിൽ 83-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്ന ഈ ഒരു കരാർ, വാസ്തവത്തിൽ ഇത് ഇസ്രായേൽ ജനതക്ക് മാത്രം ബാധകമായ ഒരു കരാറല്ല, മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികൾക്കും, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിലും ബാധകമായ വിഷയങ്ങളാണ്. മുൻ സമുദായത്തെ പോലെ ഇന്നും സത്യവിശ്വാസികൾ പാലിക്കേണ്ട നമ്മുടെ മേൽ ബാധ്യതയുള്ള വിഷയങ്ങളാണ് ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നത്. അള്ളാഹുവെ മാത്രം ആരാധിക്കണമെന്ന വിഷയവും, അതുപോലെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും നന്മ ചെയ്യണമെന്ന് പറഞ്ഞ വിഷയം, അതുപോലെ മനുഷ്യരോട് നല്ലത് പറയണമെന്ന് പറഞ്ഞ ഈ വിഷയമൊക്കെ ഈ സമുദായത്തിനും അതേ രൂപത്തിൽ തന്നെ ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമസ്കാരവും സകാത്ത് പോലുള്ള കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ മുൻ സമുദായങ്ങളുടെ ശരീഅത്തിൽ അല്പമൊക്കെ അതിൻ്റെ കർമ്മരൂപത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും സഹോദരങ്ങളെ, മൗലികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന ഈ വിശ്വാസ ആചാരങ്ങൾ അതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ഈ ആയത്ത് വ്യക്തമാക്കുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏതായാലും സഹോദരങ്ങളെ, ബനി ഇസ്രായേലരുടെ കയ്യിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കരാറ് വാങ്ങിയ ഈ ഓരോ വിഷയങ്ങളെ കുറിച്ചും നമ്മൾ വളരെ വ്യക്തമായും ഗഹനമായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലായി അവ ഓരോന്നും നമുക്കിവിടെ ചർച്ച ചെയ്യാം. അത് ചർച്ച ചെയ്യാനും അതെല്ലാം കേൾക്കാനും പഠിക്കാനും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ള ആളുകൾക്ക് അതെല്ലാം എത്തിച്ചു കൊടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ സൂചിപ്പിച്ച പോലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.